പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച രീതിയിലുള്ള ഒരു ആരാധനയാകുന്നു. തുടർന്ന് നമ്മുടെ രീതിയിലുള്ള ഒരു ആരാധന നമുക്ക് കാണാം. എങ്ങനെയാകുന്നു അവർ ദൈവത്തെ ആരാധിച്ചത്? വളരെ ഭക്തിയോടുകൂടെ കൈയടിച്ച് മുട്ടയിൽ നിന്ന് നോക്കുക, എത്ര ഭക്തിയോടുകൂടിയാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എത്രത്തോളം ഭക്തിയോടും കൂടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഏത് വിധേനയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം, അല്ലെങ്കിൽ വന്നതുപോലെയല്ല ഇരട്ടി സന്തോഷം പ്രാപിച്ച് മടങ്ങിപ്പോകണം എന്നുള്ള രീതിയിലാണ് നാം ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആരാധിക്കുന്നത് നമുക്ക് തന്നെ ഒന്ന് വിലയിരുത്താം. ഈ പുതിയതായിട്ട് കാണിക്കുന്ന സ്കിറ്റിൽ ഏതെങ്കിലും സാഹചര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ എന്തെങ്കിലും സാമ്യങ്ങളോ സാദൃശ്യങ്ങളോ തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാകുന്നു. ഇത് നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഒരു മോഡേൺ രീതിയിലുള്ള ആരാധന നമുക്ക് വീക്ഷിക്കാം. എല്ലാവരെയും അതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുഖമായിട്ടിരിക്കുന്ന മാമേ. മോളെ ഇന്ന് രാവിലെ വിളിച്ചായിരുന്നു. മോളെ ഹോസ്റ്റലിൽ നിന്ന് പള്ളിയിലോട്ട് പോയിട്ടുണ്ട് ആരാധനയ്ക്ക്. അതെ അതെ. ഹലോ അരുണച്ച എവിടെ അച്ഛാ? അച്ഛൻ കഴിഞ്ഞ ആഴ്ചയെ അച്ഛൻ ചർച്ചയിൽ വന്നില്ല. ഈ ആഴ്ചയെങ്കിലും നിങ്ങൾ ഈ സൺഡേ സ്കൂളിൻ്റെ പരിപാടിയൊക്കെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് മുങ്ങി കിടക്കുന്നത്? ഈ ആഴ്ചയെങ്കിലും വരണം. അതെ, ഞാൻ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് പ്രത്യേക ട്രീറ്റ് വേണം. കഴിഞ്ഞ നമ്മുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇട്ടപ്പോൾ എനിക്കൊരു കുറച്ച് സാമ്പത്തികം തന്നായിരുന്നു. ഈ പ്രാവശ്യവും തരണം കേട്ടോ. ശരി. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടുണ്ട്, 10 പേര് കണ്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളിത് പരിഗണിക്കണം. അച്ഛൻ ഇങ്ങനെ ബിസിനസ്സും കൊണ്ട് നടന്നാൽ ഈ ആഴ്ചയെങ്കിലും അച്ഛൻ വരണം കേട്ടോ. കാരണം ഇന്ന് കമ്മിറ്റി ഉണ്ട് അച്ഛൻ ഇല്ലാതെ ഇവിടെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇടാ ഇവിടെ ഒരു മനുഷ്യനും വന്നിട്ടില്ലല്ലോ. സത്യം, ഇവിടെ ഒരു മനുഷ്യർ പോലും ഇവിടെ ഇല്ല. നീ ചർച്ചിൻ്റെ കീബോർഡിസ്റ്റാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ പഴയ പോലെ വർക്കൊന്നും ചെയ്യുന്നില്ല. പഴയ നമ്മളെ പരിപാടിക്ക് വ്യൂവേഴ്സ് എത്ര പേരാണെന്നറിയോ? കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടതിന് കണ്ടത് എത്ര പേരാണെന്നറിയോ? വെറും 4 പേരാ. വളരെ ഇത് പറ്റത്തില്ല. ഇങ്ങനെ പോയാൽ നടക്കുന്നില്ല. നമുക്ക് സോഷ്യൽ മീഡിയ കുറച്ച് പമ്പ് ചെയ്യണം. നീ പാട്ട് പാടുമ്പോൾ നല്ല പമ്പിങ് മ്യൂസിക് ഇടണം. ബാക്ക്ഗ്രൗണ്ട് മാത്രം പോരാ, നല്ല പമ്പിങ് മ്യൂസിക് ഇടിച്ചിരിക്കണം. ഇടിച്ച് നിൽക്കണമെന്ന് ഇടി മാത്രം. നീ ഇടി പറച്ചിലേ ഉള്ളൂ, ഒരു ഇടിയെന്ന് കേൾക്കുന്നില്ല. ഞാൻ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പരിപാടി നടത്തുക, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നീ കാരണമാണ് നമുക്ക് വ്യൂവേഴ്സ് പറയുന്നത്. നിന്റെ മ്യൂസിക് പോരാ, കുറച്ച് പമ്പിങ് വേണം. പമ്പിങ് ഈ ആത്മാവിലൊക്കെ ആകുമ്പോൾ ഇടി വേണം. ബേസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ ഇടിയിൽ വേണം ഇവിടെ കത്താൻ. ചെയ്യണം. ഓക്കെ. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് സെറ്റപ്പ് ചെയ്യും. ഞാനിവിടെ ഒന്ന് നോക്കട്ടെ, ആരെങ്കിലും വരുന്നോ നോക്കട്ടെ. അമ്മാമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, ഞാൻ വിചാരിച്ച് നിങ്ങൾ കർത്താവിന് മുമ്പേ വരുന്ന ആൾക്കാരാണല്ലോ. നിങ്ങളെ കണ്ട്, പക്ഷേ എന്നാലും ബാക്കി ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ, വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് പിന്നെ ഈ വേലയും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതല്ലേ പാസ്റ്ററെ ഒരു സമാധാനവും സന്തോഷവും ഒരു പ്രത്യാശയൊക്കെ ഉള്ളൂ. പിന്നെ കർത്താവിൻ്റെ വരവെടുത്തില്ലേ, അപ്പം നമ്മൾക്ക് അതിനല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് ആ ഉദ്ദേശത്തോടെയാണല്ലോ. അപ്പം നമുക്ക് ആരാധനയ്ക്ക് നേരത്തെ വരണമല്ലോ. ശരിയാ മാമ, ശരി, മനസ്സിലായി. ഒരു മനുഷ്യനും ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യും, വാട്സപ്പിൽ ഒരു ചർച്ച് ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടാം, മീറ്റിംഗ് സ്റ്റാർട്ടഡെന്ന്. നോക്കട്ടെ, ഫോട്ടോ എടുത്തിട്ട്. വേണ്ട, എല്ലാ എണ്ണവും ചർച്ച് ഗ്രൂപ്പ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരുത്തനും ചർച്ച് ഗ്രൂപ്പ് ഇടുന്ന മെസ്സേജ് കാണത്തില്ല. സ്റ്റേറ്റസ് ഇടാം, അതാ നല്ലത്. മീറ്റിംഗ് സ്റ്റാർട്ടഡ് നോക്കട്ടെ. മീറ്റിംഗ് സ്റ്റാർട്ടഡ്. എടാ, ഈ പടം അങ്ങനെ ഉണ്ട്, കൊള്ളാം? ക്ലിയർ ഉണ്ടോ? എൻ്റെ ഫേസ് ക്ലിയർ ആവുന്നുണ്ടോ? മതി, കിട്ടിയോ? മതി. സ്റ്റാറ്റസ് നോക്കേ, വ്യൂവേഴ്സ് എത്ര പേരുണ്ടോ നോക്കട്ടെ. കണ്ടോ ആരെങ്കിലും കണ്ടോ നോക്കട്ടെ. ആരും കണ്ടിട്ടില്ല.
രണ്ടുപേര് കണ്ട്. ആ അമ്മിണിമാമെങ്കിലും രാവിലെ നേരത്തെ വരണ്ടേ. അമ്മിണിമാമയെ പോലും കണ്ടില്ല. സത്യം പറഞ്ഞ ഈ അമ്മിണിമാമയെ കാണാതെ ഒരു രസമില്ലാതിരിക്കുക. അമ്മിണിമാമ സാറിന് നേരത്തെ വരുന്നത്. ഇന്ന് എന്ത് പറ്റിയോ ആവോ? എന്താ വരാത്ത അമ്മിണിമാമ? അയ്യോ അമ്മിണിമാമേ, എന്റെ ദൈവം, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എന്തുകൊണ്ട് വിശേഷങ്ങള്? വിശേഷം ഒരുപാട് വിശേഷമുണ്ട്. മക്കളും കൊച്ചുമക്കളും എല്ലാം അമേരിക്കയിൽ നിന്ന് വന്ന് ഇന്നലെ. കൊച്ചുമക്കളും? അമ്മമ്മയ്ക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ട്? ചുമ്മാ പറയല്ലേ. ഉണ്ട് പാസ്റ്ററേ, പ്രായം തോന്നിക്കത്തില്ലെന്നേ. എത്ര കൊച്ചുമക്കളൊക്കെ ഉണ്ട്? കൊച്ചുമക്കളുടെ കല്യാണം അതിന് അവര് വന്നേക്കുന്നേ. കൊച്ചുമക്കളുടെ കല്യാണമായോ? ഇത്രയും പ്രായമുണ്ടോ അമ്മമ്മയുടെ മക്കൾക്ക്? മോടെ കല്യാണമാ. ഇന്നലെ രാത്രിയിലാ വന്നതേ. അമേരിക്കയിൽ നിന്ന് വരണ്ടേ. അതെ. ഈ മക്കളൊക്കെ എപ്പോഴാ വരുന്നേ ഇങ്ങോട്ട് ചർച്ചിലോട്ടൊക്കെ? അറിയിക്കാം. എല്ലാ ആഴ്ചയിലും ആരാധന ഉണ്ടല്ലോ. വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ആഴ്ച ആണെങ്കിലും വരാം. ഓക്കെ. അവരുടെ ഒന്ന് വരാൻ പറയണം, എന്നെ ഒന്ന് കാണാൻ പറയണം കേട്ടോ. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ പേരും നമ്പരും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. അതെ അമ്മാമേ, ഇപ്പം എങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ എങ്ങനെ അവിടെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടാ ഞാൻ വന്നേ. എന്റെ ദൈവം, ആരാധന നേരത്തെ നിർത്താം, ഞാനങ്ങ് വരാം. ഞാനൊരു കാര്യം പറയാം. ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിന്റെ ഇടയിലും സ്തോത്രാഴ്ച കഴിഞ്ഞൊക്കെ മക്കൾ വന്ന കാര്യം പിന്നെ ഈ ആരാധന നേരത്തെ നിർത്തണോ? നിർത്താം. ഞാൻ നേരത്തെ അങ്ങോട്ട് ഞാൻ ചെന്ന് വിളമ്പി കൊടുക്കാമല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം വീട്ടിലോട്ട്. അത് ഞാൻ പറയാം. അല്ല വരാന്നേ. ഞങ്ങള് തിരക്കല്ലേ പാസ്റ്റർക്ക് ഇവിടെ? ഒരു തിരക്കില്ല മാമേ, ഒരു തിരക്കില്ല. അങ്ങ് വരാം. നേരത്തെ വന്നല്ലോ എല്ലാരും. ഇവര് കർത്താവിനെക്കാട്ടി മുമ്പേ വരുന്ന ടീമുകളല്ലേ. പ്രാർത്ഥനയാ. ഇന്ന് കർത്താവ് വന്ന് ഇന്ന് പോകുന്ന വിചാരം. നമ്മളിവിടെ നിൽക്കുമ്പോ അങ്ങനെ ഒന്നും പറയണ്ട അമ്മാമേ. നമുക്ക് ആരാധന കൂടാം. അമ്മമ്മ ഇരിക്ക്. ആരും ഒന്നും വരുന്നില്ല. സ്റ്റാറ്റസ് പഴയ പോലെ ഒന്നും കാണുന്നില്ല അമ്മാമേ. എടി ശോശാമേ, എന്നാ ഉണ്ട് വിശേഷം? ശോശാമയോ? ഓ മൈ ഗോഡ്, കോൾ മീ സൂസൻ, ഓക്കേ? ഓ, നീ ആളൊക്കെ മോഡേൺ ആയല്ലേ? ഓഫ് കോഴ്സ്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പേര് മാറ്റിയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, നീ എനിക്കത് ഷെയർ ചെയ്യണ്ടേ? ഓഫ് കോഴ്സ്. എന്റെ യൂട്യൂബിൽ എനിക്ക് ഓൾമോസ്റ്റ് 400K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കേട്ടോ. നീ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കേ, ഷെയർ ചെയ്യാം. എന്റെ സാരി എങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞില്ലല്ലോ. സാരി ആണല്ലോ, അങ്ങ് ചെത്താണല്ലോ. എന്റെ അച്ഛൻ ഗൾഫീന്ന് കൊണ്ടുവന്നേ. ഗൾഫീന്നോ? പിന്നല്ല. ഞാൻ നോക്കിയപ്പോ ഈ അടുത്തൊന്നും ഒരു ഫംഗ്ഷനും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ച ആരാധനയ്ക്കിടാതെ അതാകുമ്പോ 2-3 പേരെ കാണിക്കുകയും ചെയ്യാം. എനിക്കാണെങ്കിൽ സെൽഫി എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റും ചെയ്യാം. അതെ, ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ നമുക്കിപ്പോ ഒരു പ്രോഗ്രാം വരുന്നുണ്ടല്ലോ. ഏത് പ്രോഗ്രാം? നമ്മുടെ ജെറിന്റെ കല്യാണോ? ഞാനത് മറന്നുപോയി. ജെറി നല്ല ഗ്രീൻ സൂട്ട് ഒക്കെ ഇടുന്നേ. അതാണോ തീം? അതിനനുസരിച്ച് നമ്മള് തീം ചെയ്യാനായിരുന്നു. ആണല്ലേ? എന്ത് ചെയ്യാനാ? ഇനി അച്ഛനെ ഒന്നും കൂടി സോപ്പിടാം, ഒരു സാരിയും കൂടി മേടിക്കാനായിട്ട്. ഗൾഫിലേക്ക് അച്ഛനല്ല, നല്ല കാശാണ്. എനിക്കിവിടെ ഒരു സാരി പറഞ്ഞേക്കാം. നോക്കട്ടെ. എടി പാസ്റ്ററാണ് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത്. മീറ്റിംഗ് സ്റ്റാർട്ടഡ്. തുടങ്ങിയോ? നമ്മള് ലേറ്റായി കേട്ടോ. എന്ത് വേണമെങ്കിൽ മഴയും തണുപ്പും ഒക്കെ ആകുമ്പോ വരാനേ തോന്നത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് മഴയാണെങ്കിൽ എനിക്ക് മടിയാണെന്നേ. എടി അടുത്ത ആഴ്ച ഞാൻ കാണത്തില്ല കേട്ടോ. ഞാൻ സൂമിൽ കയറുവാണേ. അതെ, അതാവുമ്പോ പണിയും നടക്കും. അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി പണിയെല്ലാം ചെയ്യാം. ഞാനും വീഡിയോ ഓഫ് ചെയ്തിട്ട് അവിടെ അങ്ങനെ സൈഡിൽ വെക്കും. എന്തുകൊണ്ട്? സുഖമായിരിക്കുന്നു. മക്കളൊക്കെ വന്നു കേട്ടോ അമേരിക്കയിൽ നിന്ന്. കൊച്ചുമോടെ കല്യാണമാണ്. പക്ഷെ നിങ്ങളൊന്നും വിളിക്കുന്നില്ല. ഇവിടെ മലയാളി അസോസിയേഷനിൽ കുറച്ച് അടുത്ത ആൾക്കാരുണ്ട്, അവരെ മാത്രം. ഈ പാസ്റ്ററെ പോലും വിളിക്കുന്നില്ല. എന്തുകൊണ്ടടി? പുതിയ സാരി പക്ഷെ കൊള്ളത്തില്ല കേട്ടോ. എടി, ഇത് ഷീനിന്നെങ്ങാണ്ട് വാങ്ങിച്ചാന്ന് തോന്നുന്നില്ലേ? അമ്മായിയുടെ അസൂയ കേട്ടോ. ഈ അമേരിക്കൻ അമ്മായി അല്ലല്ലോ ഉള്ള. ഇപ്പം പറയാൻ വയ്യ. എന്നാലും ഒന്ന് പറയടി. എന്തോത്തിനാ തള്ളാനല്ലയോ? അമ്മിണിമാമേ, ഈ മലയാളി അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന എങ്ങനെ? ഒന്ന് എനിക്ക് വേണ്ടി എടുക്കാനാ? അതിപ്പോ ഫുള്ളായി. ഇനിയിപ്പോ ആൾക്കാരെ എടുക്കുന്നില്ല. എല്ലാവരുടെയും മെമ്പർഷിപ്പ് എടുക്കാനാ. പമ്പ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്ന്, അവളിപ്പോ വന്നു. മലന്ന് പറഞ്ഞോ ഇന്ന്? നല്ല ചെറുതാറാണ്.
ചുമ്മാ അല്ലേ ഇന്ന് വന്നേ. പിന്നല്ലാതെ ഇനി തയ്യൽ അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. ഇച്ചിരൂടെ ശരിയാകണമായിരുന്നു. കേട്ടോ എന്നെയും കുറ്റം പറഞ്ഞു. എനിക്കിതുപോലെ പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരാൾക്ക് ഹലോ ചിലപ്പോൾ അത് എനിക്ക് കിട്ടിയിട്ടാവോ. ദാനശീലെ നിന്റെ അത്ര വണ്ണം എനിക്കില്ലല്ലോ. ഞാൻ സ്ലിം അല്ലേ. സ്ലിം കുഴിക്ക് ബ്യൂട്ടി പോകാനാ വിചാരം. ആരടി കുഴിക്കിട്ട് പോകാൻ? പിന്നെ സ്വഭാവമായോണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. നമുക്ക് അത്രമേശയില്ല, കുഴപ്പമില്ല. അതെ അതെ അതെ. എളുപ്പം നിർത്തിട്ട് പോകണം. പിള്ളേരൊക്കെ വരണ്ടേ? പിള്ളേരൊക്കെ വരാതെ തുടങ്ങുന്ന അവരിരിക്കാനും ഫോട്ടോ എടുത്ത് അവിടെ അങ്ങനെ നിൽക്കുമായിരിക്കും. എവിടെങ്കിലും വരുന്നുണ്ട്. എടി ആ ഫോട്ടോ ഒന്നുകൂടി എടുക്കുക. ശരിയായില്ല, എൻ്റെ ഈ സൈഡിൽ നമുക്ക് കാണാൻ അത്ര കൊള്ളത്തില്ല. നമുക്ക് ഇപ്പം എടുക്കണം, നമുക്ക് സ്വതാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ആ ശരി, ഓക്കെ. എടി മക്കളെ, നിങ്ങൾ ഈ സെൽഫി ഇപ്പോൾ വെച്ചെടുക്കാതെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ എടുത്തേ, അവിടെ നിന്നേ. നമ്മുടെ യൂട്യൂബിൽ ഇൻട്രോ ഇടണം. ഇൻട്രോ ഇല്ലാതെ കാര്യം നടക്കൂ. നീ എടുക്ക്, വീഡിയോ അങ്ങനല്ല പോർട്രേറ്റ് എടുക്കണം, എന്നാലേ ഈ റീൽസ് ഇടാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം വന്നിരിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിങ്ങളുടെ ദാസ്, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലേക്ക് നിങ്ങളെ ഹാർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്, നിങ്ങൾക്ക് തീ കത്തുന്ന ആരാധന കാണുവാൻ കഴിയും. ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കട്ട് അത്ര മതി ബാക്കി പിന്നെ. Praise the Lord, praise the Lord. Praise the Lord, praise the Lord. നേരത്തെയൊക്കെ വരണം കേട്ടോ സഭായോഗത്തിന്. വാ ഇരിക്ക. അവരുടെ പേരെന്താ എഴുതി വെച്ചിട്ടുണ്ടോ? ഇരിക്കാത്തേ. എനിക്കറിയാൻ പറ്റത്തില്ല. മാമ രാവിലെ ഞാനെന്തിനാ എണീറ്റ് കൊടുക്കുന്നത്? സീനിയർ ആണെങ്കിൽ ഞാൻ അമ്മാമ എത്ര നല്ല കസാരയല്ലേ അവിടെ ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു BGM ഇട്ട് തരണം കേട്ടോ, എന്നാലേ ആ യൂട്യൂബിനകത്ത് റീലിനകത്ത് കയറത്തുള്ളൂ. അതെ BGM തരണം കേട്ടോ. മറ്റേ ബീറ്റിനൊരു പഞ്ചൊന്നിട്ട് ഒന്ന് കാണിച്ച് ഇടിച്ചൊന്ന് കാണിച്ചേ. ഒന്ന് ഇടിച്ച് കാണിച്ചേ. നീ ഇടുന്ന ബീറ്റ് ഒന്ന് കേൾക്കട്ടെ. എങ്ങനെ? മതി. നല്ല സൂപ്പറാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ, ഓക്കെ. എല്ലാവരും വന്ന് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഹലോ കുഞ്ഞുഞ്ഞുട്ടേ, ആ കച്ചവടം നടക്കുകയല്ല കുഞ്ഞുഞ്ഞുട്ടി. 2 കോടി രൂപയെ കുറഞ്ഞുള്ള ഇടപാടുമില്ല. 1 രൂപ കുറയ്ക്കുകയല്ല. അതിനാ വർത്താനാ കുഞ്ഞുഞ്ഞുട്ടി പറയുന്നത്? സഭായ ഖത്തർമേശ അടുത്ത ആഴ്ച, ഈ ആഴ്ച. അന്നാ ഇനിയിപ്പം തന്നെ ഞാൻ മറുപടി പറഞ്ഞേ ഇനി പോകുന്നുള്ളൂ. അതാ ശരിയാ, ആയിക്കോട്ടെ. കുഞ്ഞുഞ്ഞുട്ടി അത് നടക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ബാക്കി ഞാൻ പിന്നെ പറയാം. അരുണച്ചൻ പോയോ? അരുണച്ചാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തുടങ്ങാം. പ്രാർത്ഥിക്കാല്ലേ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നല്ലവനാ. നമ്മളെ കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ യൂട്യൂബ് വീഡിയോസിന് വ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളുടെ പരസ്യയോഗങ്ങൾക്ക് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു. നമ്മളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഫണ്ട് ഇത്തിരി കുറവാണെങ്കിലും അരുണച്ചാനെ പോലെ അച്ചായന്മാർ നമുക്ക് ഫണ്ട് വാരിക്കോരി തരുന്നത് കൊണ്ട് ചർച്ച ഇങ്ങനെ വലുതായിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ ആത്മാവിൽ ഹേമിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. രാവിലെ എത്ര നേരം കഷ്ടപ്പെട്ട് വിളിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
അപ്പച്ച ഒരു ഞായറാഴ്ച കൂടി കർത്താവെ അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നുള്ള ബോധ്യം മനസ്സിൽ ധരിച്ചുകൊണ്ട് നിത്യതയെ ലക്ഷ്യമാക്കി ഓടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയാചനം കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മമ്മ ഈ മൈക്ക് പ്രാർത്ഥിക്കും മൈക്ക് ഇത്തിരി അടുപ്പിച്ച് പിടിക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ യൂട്യൂബ് വീഡിയോക്കകത്ത് സൗണ്ട് കേൾക്കത്തുള്ളൂ. കുറച്ച് അടുപ്പിച്ച് പിടിക്കണം മോനെ. ഈ ബാക്ക്ഗ്രൗണ്ട് മറ്റേ മ്യൂസിക് ഇടാൻ പറഞ്ഞില്ലേ, മറന്നുപോയി എന്താ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, പാട്ടുപാടി നമുക്ക് പ്രാർത്ഥിക്കാം, പാട്ടുപാടി ആരാധിക്കാം. കണ്ണുകളുടെ ചാട്ടെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് എല്ലാവർക്കും എഴുന്നേറ്റിട്ട് നമ്മുടെ സിസ്റ്റർ ആശുവും സോനുവും കൂടെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന പാട്ട് പാടാൻ പോവാണ്. എല്ലാവരും എഴുന്നേറ്റിട്ട് ആരാധിക്കാം. Praise the Lord. ഓ നല്ലവനാ. പാട്ടുപാടി ആരാധിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എല്ലാവരും ഇരിക്കുന്നതിന് മുമ്പ് നമുക്ക് സങ്കീർത്തന വായനയിലേക്ക് കടക്കാൻ പോകുക. ഇന്നത്തെ സങ്കീർത്തനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് ഏറെ നാളായി പ്രാർത്ഥിച്ച് മുട്ടുമടക്കി കിട്ടിയ ഒരു വചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. 1-ാം സങ്കീർത്തനവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എഴുതിയിരിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾക്ക് എല്ലാവരും മൊബൈൽ ഫോൺ എടുത്താട്ടെ, എല്ലാവരും ഫോൺ എടുത്താട്ടെ. നമുക്ക് ബൈബിൾ വായിക്കാൻ വേണ്ടി പോവുകയാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. അത് ഫോണിൽ കിടമ്പ എൻ്റെ ഫോണിൽ ബൈബിൾ വർക്ക് ആവുന്നില്ല. എന്റെ ഫോൺ തരാൻ പറ്റത്തില്ല പാസ്റ്ററെ, ഇത് ഞാൻ സ്റ്റോറേജ് കൂടുതലായിട്ട് ബൈബിൾ എങ്ങാണ്. ഓ ശരി, ഓക്കെ ഓക്കെ. വേറെ ആർക്കുള്ള വായിച്ചു? വായിച്ചു. 1-ാം സങ്കീർത്തനം എല്ലാവരും മൊബൈലിൽ എടുത്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വായിച്ചട്ടെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ മതി. 2-ാം വാക്യം തൊട്ട് നമുക്ക് അടുത്ത ആഴ്ച പ്രസംഗിക്കുക. ഇന്ന് 1-ാം വാക്യം മാത്രം മതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കണ്ണുകളുടെ ചാട്ടെ. പ്രാർത്ഥിക്കാം. ദൈവം എത്ര നല്ലവനാ. ഇന്നത്തെ മെസ്സേജ് പറയുവാൻ വേണ്ടി എല്ലാവരും ഇരിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വത്രാഴ്ചയും കൂടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബിൽ കാണുന്ന ഞങ്ങളുടെ പ്രിയ വിശ്വാസികളെ, നിങ്ങളോട് പറയാനുള്ളത് പ്ലീസ് ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ ഞങ്ങളുടെ മൊബൈൽ നമ്പേഴ്സ്, ഞങ്ങളുടെ ആപ്പിൾ പേ ഡീറ്റെയിൽസ്, നമ്മുടെ QR കോഡൊക്കെ ഇപ്പം ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ തൊടുത്ത് ഏറ്റവും വലിയൊരു എമൗണ്ട് ആപ്പിൾ പേ ആയിട്ട് ചെയ്യാം. ചർച്ചിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ആപ്പിൾ പേ ചെയ്യാനുള്ള അവസരമുണ്ട്. ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം. പൈസ കൊണ്ടുവന്നവർക്ക് ഞങ്ങളുടെ ഗ്രീൻ ബാഗ് നിങ്ങളുടെ അടുത്തോട്ട് കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ പൈസ ഇട്ടാൽ മതി. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് കടന്നു വന്ന ഒരു മെസ്സേജ്, ചെറിയ ഒരു മെസ്സേജ് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ചെറിയ മെസ്സേജ് പറയുവാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ സമയ ചുരുക്കം മൂലം ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത സാക്ഷ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കണം. സാക്ഷ്യങ്ങളാണല്ലോ നമ്മൾക്ക് ഇവിടെ എല്ലാവരെയും വളർത്തുന്നത്, ഉത്തേജകം തരുന്നത്. സാക്ഷ്യം പറയുവാൻ വേണ്ടി നമ്മുടെ ചർച്ചിലെ വിശ്വാസികളെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ഒരു കാലം കൂടി കർത്താവിൻ്റെ മുൻപിൽ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 15 വർഷക്കാലം ഞാൻ ഈ സഭയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ സഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ അമ്മാമ്മയുടെ മോളെ ഞാനാണ് പ്രാർത്ഥിച്ച് അമേരിക്കയെ വിട്ടത്. ഈ അമ്മാമ്മയുടെ മോളെ കല്യാണം നടത്തിയതിന് വേണ്ടി ഞാനാണ് പ്രാർത്ഥിച്ചത്. ഓർക്കുന്നില്ലേ ഞാനന്ന് പ്രാർത്ഥിച്ചത്? പിന്നെ പാസ്റ്ററിന് സാമ്പത്തിക സഹായം വേണമായിരുന്നു. അതിനുവേണ്ടി ഞാനാണ് അഹോരാത്രം ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ചു. അതിലെല്ലാം പാസ്റ്റർ കിട്ടിയിട്ടുണ്ട്. പാസ്റ്റർ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സഭയ്ക്ക് വേണ്ടി അനേകം വിശ്വാസികളെ ഞാനിവിടെ കൊണ്ടുവന്നു. എന്നിട്ടും
എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു ദിവസം ഞാൻ ഭയങ്കര ഭാരത്താലാണ് പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ അതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ കാരണം എന്താ? ഇവൾ എൻ്റെ ഈ കസേര, ഞാൻ 20 വർഷക്കാലം ഞാൻ ഈ കസേരയിലാണ് ഇരുന്നത്. ഈ കസേരയിൽ അവിടെ വന്നിരുന്നു. എന്തുമാത്രം ഞാൻ ഇവിടെ ഇരുന്നത്, എൻ്റെ ഈ ചുമന്ന കസേര, ഇതിനു വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഇട്ടത്. ഇത്രയും ഇവിടെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയ സ്ഥലം ഇവിടെയാ. ഈ യൂട്യൂബിൽ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ എല്ലാവർക്കും കാണാൻ വരുന്ന എന്നെ. അതാണ്. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇവിടെ ഇരുന്നത്. എൻ്റെ ഇന്നത്തെ സ്ക്രീൻ പേസ് മൊത്തം പോയി അവള് തട്ടിയെടുത്ത്. ഞാനിത് സമ്മതിച്ചു തരത്തില്ല. അതുകൊണ്ട് അടുത്ത ഒരു 3 ദിവസം ഞാൻ ഉപവാസം എടുക്കാൻ ആഗ്രഹിക്കുകയാണ് പാസ്റ്ററെ. നിങ്ങൾ എല്ലാവരും വരണം എൻ്റെ വീട്ടിൽ വന്നിട്ട്. ഇവളെ ഈ കസേരയിൽ എടുക്കുന്നതും വരെ എനിക്ക് അതിൽ നിന്നൊരു മോചനമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം, വന്നിട്ട് ആ ഉപവാസത്തിൽ പങ്കുചേർന്ന്. നീ കൂടുതൽ പറയണ്ട കേട്ടോ, ഞാൻ ഇനി ഇറക്കും. ഇല്ലില്ല, എൻ്റെ വിഷമം ഞാൻ ആരോട് പറയും? എൻ്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. 20 വർഷക്കാലം ഞാൻ അതിലിരുന്നത്. എന്തായാലും കൊടുക്കണം. എന്തായാലും ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, കാരണം കസേരയില്ല, അവൾ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ, സ്തോത്രം. നമ്മുടെ വിഷമം നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിനുവേണ്ടി 3 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആൾക്ക് സാക്ഷ്യം പറയാം. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്കൊരു സാക്ഷ്യം നിൽക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു, കോടാനക്കോടി നന്ദി പറയുന്നു പാസ്റ്റർ. എനിക്ക് ഈ സഭാരാധന കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ഫാർ റിലേറ്റീവിൽ എൻ്റെ അമ്മേൻ്റെ അച്ചാച്ചൻ്റെ മോളുടെ കൊച്ചുമോളുടെ അനിയത്തിയുടെ ഒരു കല്യാണം ഉണ്ട് പാസ്റ്റർ. അതവര് എൻ്റെ ക്ലോസ് ബന്ധമാണ് പാസ്റ്റർ. ഞാൻ കോവിഡ് ആയ കാരണം കുറേ കല്യാണം മുടങ്ങി, കുറേ കല്യാണം മുടങ്ങി, കുറേ പേരിനോട് എൻ്റെ ബന്ധം പുലർത്താൻ പറ്റിയില്ല. എനിക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല പാസ്റ്റർ. അപ്പോൾ ഈ കല്യാണത്തിന് എനിക്ക് പോകണം. ഈ ആരാധന കഴിഞ്ഞ ഉടനെ ഞാൻ യാത്ര തുടങ്ങുകയാണ് പാസ്റ്റർ. അപ്പോൾ ഞാൻ പോണ വഴിയിലും തിരിച്ചു വരുമ്പോൾ എല്ലാം പാസ്റ്റർ പ്രാർത്ഥന വേണം. സഭയിലിരിക്കുന്ന എല്ലാവരുടെ വിശ്വാസികളോട് എൻ്റെ പ്രാർത്ഥന അപേക്ഷിക്കണം. അത് കാരണം ഇന്ന് ഞാൻ പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കണം പാസ്റ്റർ. ഞാൻ പോണേന് പ്രശ്നമല്ലല്ലോ പാസ്റ്റർ. എൻ്റെ സ്വത്രകാഴ്ച ജൂലിയ സിസ്റ്റർ ഗൂഗിൾ പേ ചെയ്യും പാസ്റ്റർ. കുഴപ്പമില്ലല്ലോ, ഞാൻ പോയിട്ടെ കൊടുക്കും. നല്ലത് കൊടുക്കണം കേട്ടോ. പോയിട്ട് വരട്ടെ. എന്നാ ഇനി വരുന്നത് തിരിച്ച്? ഇനി സൂമിൽ കയറുന്നില്ല, പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ സമയം വേസ്റ്റ് ആണ്. എനിക്ക് അപ്പോഴേ തോന്നി ഇനി എൻ്റെ എത്ര കല്യാണം. ഇടയ്ക്ക് കാണട്ടോ. സാക്ഷ്യം എല്ലാവരും പറഞ്ഞു തീർന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ആരാധനയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുക. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഇന്ന് കർത്താവ് നമ്മുടെ നടുവിലുണ്ടായിരുന്നു. കർത്താവ് നമ്മുടെ അടുത്തുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മുടെ ആശ്രയമായിരുന്നു. ഇന്ന് പകൽ ഇവിടെ കർത്താവ് ഇറങ്ങി വന്നു, നിങ്ങളെ സൗഖ്യമാക്കി. എത്ര പേർ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയാമോ? എത്ര പേർ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയാമോ? എത്ര പേർ വിടുതൽ അനുഭവിച്ചു? ആമേൻ പറഞ്ഞാട്ടെ. എത്ര പേർ ദൈവത്തെ അടുത്തറിഞ്ഞു? നിങ്ങൾ എത്ര പേർ അടുത്തറിഞ്ഞു? കർത്താവ് ഇന്ന് ഈ ഹാളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആമേൻ പറഞ്ഞാട്ടെ. ദൈവം എത്ര സൗഖ്യവാനാണ്. എവിടെ പോയി? നിങ്ങൾ വേളി കയറിയിരിക്കടി, അവര് പോയി. പ്രാർത്ഥിക്കാം. കർത്താക്കണ്ണുകളടച്ചാട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സഭായോഗം നാം കാണുകയുണ്ടായി. നിങ്ങളിൽ പലരും ചിന്തിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു, കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചു, 2 പേർ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്തു. അതിൽ ചില ദൈവത്തെ പ്രത്യാശ വെച്ചവർ, ദൈവത്തിന് വേണ്ടി ജീവിച്ചവർ, അവർ എടുത്തുകൊള്ളപ്പെട്ടു. എന്നാൽ ഇന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മുടെ ആരാധനകളിൽ നമ്മുടെ ദൈവത്തിന് എന്തുമാത്രം പ്രാധാന്യം നാം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ ആരാധനകളുടെ മുഖ്യ പ്രാധാന്യം. ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭകളിലുമെല്ലാം ഇങ്ങനെ തന്നെയാകുന്നു സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് വന്നു പോയാലും നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരാധിക്കുകയും നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും.
ആയതിനാൽ ലോകസംഭവങ്ങൾ നമ്മെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതിനാൽ നമ്മെ തന്നെ ഒരുക്കി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം. അതിന് ഈ സ്കിറ്റ് ഒരു കാരണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.